ആനിക്കാട് ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ആനിക്കാട് ചിറപ്പടിയിൽ മാത്യു കുഴൽനാടൻ MLA ആണ് ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. മൂവാറ്റുപുഴയുടെ ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആനിക്കാട് ചിറ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. കഫറ്റീരിയ ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടം വരെ ഈ ഒരു സ്ട്രെച്ചിൽ ഇവിടം വരെ വരും. അപ്പോൾ ഒരു കടയല്ല, 2, 3, 4 കട ഉണ്ടാവും. എല്ലാവർക്കും കോമൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ കട ഏത് കടയിലേക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ നന്നായി ആര് കട നടത്തുന്നു അവർക്ക് ഓർഡർ കൂടുതൽ കിട്ടും. നല്ല ഭക്ഷണം, ആ വെറൈറ്റിയുള്ള ഭക്ഷണം ആര് കൊടുക്കുന്നു അവർക്ക് ചിലപ്പോൾ കച്ചവടം കൂടുതൽ കിട്ടും. പക്ഷേ പൊതുവായിട്ട് ഇരിക്കാനുള്ള സ്ഥലം എല്ലാവർക്കും ഉള്ള ഈ കടക്കാരനാണ് മിടുക്കെങ്കിൽ ഈ കടക്കാരൻ്റെ കച്ചവടം കൂടുതൽ നടക്കും. ആ കടക്കാരിക്കാണ് മിടുക്കെങ്കിൽ ആ കടക്കാരിയുടെ കച്ചവടം കൂടുതൽ നടക്കും. അവിടെ വെറൈറ്റിയുള്ള സാധനങ്ങളുടെ ആളുകൾ ഓർഡർ ചെയ്യും. അപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു കഫറ്റീരിയ ബ്ലോക്ക് നമ്മൾ ഈ സ്ട്രെച്ചിൽ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം എവിടെ വന്നാലും പൊതുവിടങ്ങളിൽ ആദ്യം വേണ്ടതാണ്. ഏറ്റവും നല്ല വൃത്തിയുള്ള നല്ല ക്ലാസ്സുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടാവണം. പിന്നെ നമുക്ക് ഓൾറെഡി നമുക്കൊരു വാക്ക് വേ ഉണ്ട്. ഇത്രയും ചുറ്റി നടക്കാൻ പറ്റുന്ന വളരെ ഒറ്റ സ്ട്രെച്ചിൽ പോകാൻ പറ്റുന്ന ക്ലീൻ ആയിട്ടുള്ള ഒരു വാക്ക് വേ അതിൻ്റെ അകത്ത് ഉണ്ടാകണം. പിന്നെ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടു നമ്മുടെ നാട്ടിലുള്ള ഒരു മറ്റൊരു പ്രയാസം കൂടിയാണത്. ഇപ്പോൾ കൊച്ചുകുട്ടികൾ, ഇപ്പോൾ നമ്മുടെ സൗമ്യ പോലെയൊക്കെ ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള അമ്മമാർ വന്നാൽ അവർക്ക് കുട്ടികൾക്ക് ഒരു 6-7 വയസ്സാവുന്നവരെ പിന്നെ ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയല്ലാതെ അവർക്ക് അവരുടെ ലൈഫ് മൂവ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വന്ന കുട്ടികൾക്കൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ നമ്മളവിടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് 2 റൗണ്ട് നടക്കാൻ തീരുമാനിച്ചാലും സേഫായിട്ട് നടക്കാൻ പറ്റും. അതായത് കൊച്ചിനെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് ഇറക്കി വിട്ട് കൊച്ചു വീണാലും ഒന്നും പറ്റില്ലാത്ത പോലുള്ളൊരു സംവിധാനം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കണത്. അപ്പോൾ കൊച്ചിനെ ധൈര്യമായിട്ട് അവിടെ കൊണ്ടുവിട്ടു. 2 റൗണ്ട് നടക്കണം എന്ന് നോക്കി അമ്മ ഒന്ന് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നടക്കാനുള്ളൊരു സൗകര്യം അവർക്ക് അങ്ങനെ ഒരു ചിൽഡ്രൻസിൻ്റെ ഒരു പ്ലേ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ എൻട്രൻസിൽ നല്ലൊരു ആർച്ച്, ഒരു കാഴ്ചയ്ക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ആർച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ടെമ്പററി ഷെഡ് മഴ വന്നാൽ കയറി നിൽക്കാൻ പറ്റുന്ന പോലുള്ള പെട്ടെന്ന് അപ്രതീക്ഷിതമായ മഴ വന്നാൽ നടക്കാൻ വന്നവർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു ഷീൽഡ് സഹിതമാണ്, ഷെഡ് സഹിതമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ വിപുലീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി MLAയുടെ സ്വപ്ന പദ്ധതികളിലൊന്നാണ്. മൂവാറ്റുപുഴയിലെ ജനങ്ങൾക്ക് സായാഹ്നങ്ങൾ ആഘോഷപൂർണ്ണമാക്കാനും കുടുംബസമേതം സമയം ചെലവഴിക്കാനും വിനോദത്തിനും ഒരിടം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും MLA വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി ആകർഷകമായ പ്രവേശന കവാടം, സന്ദർശകർക്കായി വിശാലമായ അത്യാധുനിക രീതിയിലുള്ള ഇരിപ്പിടങ്ങൾ, ലഘു ഭക്ഷണശാലകൾ, കുട്ടികൾക്കായി പ്രത്യേക പാർക്ക്, മോഡുലാർ റെസ്റ്റോറന്റ്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 2 ശുചിമുറികൾ, ചിറയുടെ സുരക്ഷയ്ക്കായി നെറ്റ് പെൻസിൽ ഫെൻസിംഗ്, ആകർഷകമായ ലൈറ്റിംഗ് കൂടാതെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി CCTV ക്യാമറകൾ എന്നിവയും ഒരുക്കുന്നതാണ്. 2024-25 വർഷത്തെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏകദേശം 3 ഏക്കർ സ്ഥലത്താണ് ആനിക്കാട് ചിറയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ ചുമതല കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. 6 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പുമഠം അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ KM സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെൽമി ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, ബിന്ദു ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമിന അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷിബു പരീക്കൻ, ഷാനവാസ് KV, നിസാർ KB, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് വർഗീസ്, ബിജു ജോസ് മുള്ളംകുഴി, അഷ്റഫ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.